ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻതാൽപ്പി എന്നുള്ള കാര്യമാണ്. എൻതാൽപ്പി എന്താണ്? എൻതാൽപ്പി നമ്മൾ എനർജി എന്താന്ന് പറഞ്ഞു, എനർജിയിലെ രണ്ട് ഫോം ഹീറ്റ് ആൻഡ് വർക്ക് എന്താന്ന് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേണൽ എനർജി എന്താന്ന് പറഞ്ഞു. ആ ഹീറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഇന്റേണൽ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യണു, അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തി? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെത്തി. The first law of thermodynamics states that delta Q is equal to delta U plus W. The heat supplied to a system is equal to the change in internal energy as well as the pressure volume work, the work done for the process. ഇനി W എന്നുള്ളത് P delta V എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, W is equal to P delta V. If work is done by the system, then it is having a negative sign. And if work is done on the system, it is having a positive sign. Okay. So delta Q is equal to delta U plus P delta V. At constant volume ത്തിലാണ് പ്രോസസ്സ് നടത്തണമെങ്കിൽ delta V is found to be 0. That is delta V is found to be constant വോളിയത്തില് ഇവിടെയുള്ള delta V is equal to 0 ആയിരിക്കും. So therefore delta Q is equal to delta U. That is, the heat added to the system is equal to change in internal energy. At constant volume, the heat added to the system is equal to change in internal energy. But this is not the case. ഇതായിരിക്കണമെന്നില്ല, എപ്പോഴും ഇതാവില്ല കേസ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ആവില്ല പ്രോസസ് നടത്തുക. അങ്ങനെ അല്ലെങ്കിൽ there is a change of volume. If there is a change in volume, വോളിയത്തിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, if there is a change in volume, heat added to the system is lost to the surroundings as expansion work. അത് നമ്മൾ മുന്നേ കണ്ടതാണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ കണ്ടതാണ്. If there is a change in volume, വോളിയത്തിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ heat added to the system is equal to delta U plus W. ഒരു വർക്കിന് ഈക്വൽ ആണ്, എക്സ്പാൻഷൻ വർക്ക് അല്ലേ? ചേഞ്ച് ഇൻ വോളിയം ഉണ്ടെങ്കിൽ അവിടെ there should be an expansion work. ഓക്കെ, ഇനി ഇതേപോലെ കോൺസ്റ്റന്റ് വോളിയം അല്ലേ നമ്മൾ പറഞ്ഞത്, അതേപോലെ കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് പ്രഷർ the heat supplied to a system at constant pressure is equal to change in another thermodynamic quantity which is called enthalpy. The heat added to a system, the heat added to a system at constant pressure, heat added to a system at constant pressure is equal to a change in another thermodynamic property which is called enthalpy. Enthalpy ne നമ്മൾ also called heat content. അപ്പോൾ enthalpy എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ക്യൂ ആണ് അല്ലേ? ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ത്? enthalpy. Delta Q at constant pressure is called enthalpy, which is otherwise called heat content. Okay, ഇനി നമുക്ക് എൻതാൽപ്പിക്ക് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് റെപ്രസെന്റഡ് ആസ് എച്ച്. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. എച്ച് എന്ന് പറയുന്നത് യു പ്ലസ് പി വി ആണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് അഡീഷണൽ പ്രഷർ വോളിയം എനർജി. So enthalpy is the sum of internal energy and also pressure volume energy. It is the total heat content. Enthalpy is the total heat content. So it is represented as H is equal to U plus PV. ഇതെല്ലാം നമുക്കറിയുന്ന വാക്കുകളാണ്. H is equal to U plus PV. The change in enthalpy delta H is equal to H2 minus H1. Okay. ചേഞ്ച് ഇൻ എൻതാൽപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ H2 മൈനസ് H1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ H2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിന്റെ എൻതാൽപ്പിയും H1 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ എൻതാൽപ്പിയുമായിരിക്കും. H2 is the enthalpy of the final state and H1 is the enthalpy of the initial state. ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അത് എക്സോതെർമിക് പ്രോസസ് ഉണ്ട്, എൻഡോതെർമിക് പ്രോസസ് ഉണ്ട്. എക്സോതെർമിക് and
എൻഡോതെർമിക്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ തെർമിക് മീൻസ് ടെമ്പറേച്ചർ, ഹീറ്റ്. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്നു. ദ ഹീറ്റ് എനർജി ഗിവൺ ഔട്ട് ടു ദ സറൗണ്ടിങ്സ് ആൻഡ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? സറൗണ്ടിങ്സിലേക്ക് എനർജി റിലീസ് ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ ഡെൽറ്റ എച്ച് ഇസ് ഫൗണ്ട് ടു ബി നെഗറ്റീവ് ആൻഡ് ഹിയർ ഡെൽറ്റ എച്ച് ഇസ് ഫൗണ്ട് ടു ബി പോസിറ്റീവ്. For exothermic reaction, delta H is negative. Delta H negative ആവണമെങ്കിൽ H2 is less than H1. Okay, exothermic reaction H2 is less than H1, so that delta H is found to be negative. And for endothermic reaction, H2 is greater than H1. H2 is greater than H1, so that delta H is found to be positive. Okay. ഇനി എൻതാൽപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ എക്സ്റ്റെൻസീവ് എന്താ ഇന്റൻസീവ് എന്താ. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓർത്ത് വെക്കുക, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓൾസോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ എൻതാൽപ്പി എന്താന്ന് മനസ്സിലായി. അത് എന്തിന്റെയൊക്കെ സമ്മാണ്? ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജിയുടെയും. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എ ഹീറ്റ് കണ്ടന്റ്. ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ഈസ് ഫൗണ്ട് ടു ബി നെഗറ്റീവ് ആൻഡ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി പോസിറ്റീവ്. ഇനി ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ആർ റിലേറ്റഡ് ഈച്ച് അതർ. അത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് പരസ്പരം. നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. ഇത് ഓരോ സ്റ്റേറ്റിനും നമ്മൾ എഴുതുകയാണെങ്കിൽ H1 is equal to U1 plus PV1, H2 is equal to U2 plus PV2. ഇനി P മാറാത്തത് എന്തുകൊണ്ടാ? This process is carried out at constant pressure. നമ്മൾ പറഞ്ഞു പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടത്തുന്നത്. സോ P is found to be a constant. ഇനി രണ്ട് സ്റ്റേറ്റിനും നമ്മൾ എൻതാൽപ്പി എഴുതി കഴിഞ്ഞാൽ H1 H2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതിന്ന് H2 മൈനസ് H1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. H2 മൈനസ് H1 is equal to U2 മൈനസ് U1 പ്ലസ് P into V2 മൈനസ് V1 വരും. സോ H2 മൈനസ് H1 is equal to delta H and U2 minus U1 is equal to delta U plus P delta V. So delta H is found to be delta U plus P delta V. Okay. Delta H ഉം delta U ഉം തമ്മിലുള്ള റിലേഷൻ ആണ് delta H is equal to delta U plus P delta V. ഇനി ഫസ്റ്റ് ലോ വെച്ചിട്ട് ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഓർ ക്യൂ ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. അവിടെ ഡബ്ല്യു ഈസ് മൈനസ് പി ഡെൽറ്റ വി ആണ്, എക്സ്പാൻഷൻ വർക്കാണ്. സോ യു മൈനസ് ഡബ്ല്യു, ദർഫോർ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഓർ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ. ഈ ക്യൂ തന്നെയാണിത്, ഈ ക്യാപിറ്റൽ ക്യൂ തന്നെയാണ് സ്മോൾ ക്യൂ, ജസ്റ്റ് പേരൊന്ന് മാറിയെന്നേ ഉള്ളൂ. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു എന്ന് വരും അല്ലെ. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. ഇനി ഇഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി, if only the pressure volume work is involved in the process, pressure volume work മാത്രമേ ഉള്ളൂ വെച്ചാൽ W is equal to minus P delta V എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. W എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. പ്രഷർ വോളിയം വർക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ W is equal to minus P delta V. Therefore, Q is equal to delta U plus P delta V. Q is equal to delta U plus P delta V. Here the process is carried out at constant pressure. Therefore, QP is equal to delta U plus P delta V എന്ന് നമുക്ക് കിട്ടും. That is, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും, ഈ 1 എന്നുള്ള ഇക്വേഷനും 2 എന്നുള്ള ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും ഒരേപോലെ തന്നെ, റൈറ്റ് സൈഡ് ഒരേപോലെയാണ്, ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്നൊന്ന് കിട്ടും.
For a process involving no work other than expansion work, the enthalpy change is equal to heat added at constant pressure. ഇവിടെ എന്തില്ല, പ്രഷർ വോളിയം വർക്ക് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഓർത്ത് വെക്കാതെ, എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് കണ്ടന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിൽ കിട്ടുന്ന ഹീറ്റ്, നമ്മൾ പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ദ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ എൻതാൽപ്പി. അതെന്തായിരിക്കും? എൻതാൽപ്പി ആയിരിക്കും ആ സിസ്റ്റത്തിന്റെ. കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾ ഡെൽറ്റ യുവിന്റെ കാര്യം പറഞ്ഞു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യു വി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. കാരണം ഇതെങ്ങനെ കിട്ടും നമുക്ക്? ക്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തില് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. സോ ക്യു വി ഇസ് ഈക്വൽ ടു യു ആയിരിക്കും. അതായത് നമ്മൾ പറയുന്നു ക്യു വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തില് ദ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ച് ആൻഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the heat added to the system is equal to the change in enthalpy. Okay, അപ്പൊ അതാണ് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ. ഇനി നമുക്കൊരു റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എച്ച് പ്രോഡക്റ്റ് മൈനസ് എച്ച് റിയാക്ടൻസ്. ഇതാണ് ഇവിടുത്തെ ക്യു പി എന്ന് പറയുന്നത്. സോ ദ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഓർ ദ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ ഡിഫറൻസ്. അത് എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? ദ എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് ആൻഡ് ദ റിയാക്ടൻസ്. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അതിന് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു ദ ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ ക്യു പി അല്ലെ. ഇനി ഇതിന് നമുക്കൊരു ഇമ്പോർട്ടന്റ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്താനുണ്ട്. അതിന് ചെറിയൊരു ഡെറിവേഷൻ ഒന്നും നമുക്ക് ഓർത്തു വെക്കണ്ട, പക്ഷെ അത് എങ്ങനെ കിട്ടണോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്നൊക്കെ നമുക്ക് കിട്ടണ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി കിട്ടും. ഫോർ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെങ്കിൽ പി വി വൺ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എൻ വൺ ആർ ടി. ഓക്കെ, നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. അവിടെ ഗ്യാഷ്യസ് റിയാക്ടൻസും പ്രോഡക്ട്സും ഒക്കെ ഉണ്ട്. ഗ്യാഷ്യസ് റിയാക്ടൻസും പ്രോഡക്ട്സും ഒക്കെ ഉള്ള റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി അതില് എൻ വൺ മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടൻസ് occupies at a volume V1. Okay, and get converted to N2 moles of gaseous products at constant volume V2. ഇങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ N1 മോൾസ് ഓഫ് റിയാക്ടൻസ് കോൺസ്റ്റന്റ് ഒരു V1 വോളിയത്തിലുണ്ട്. അത് കൺവേർട്ട് ചെയ്യാണ് N2 മോൾസ് പ്രൊഡക്റ്റായി മാറുകയാണ്. അതിന്റെ വോളിയം എന്താണ്? V2 ആണ്. ഇനി നമുക്ക് ഇതിനെന്തിനെ റിലേറ്റ് ചെയ്യാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷനും ഇന്റേണൽ എനർജിയും കൂടി കണക്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ അതിന് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇതിന് ഐഡിയൽ ബിഹേവിയർ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് വരും? പി വി വൺ ഇസ് ഈക്വൽ ടു എൻ വൺ ആർ ടി ആൻഡ് പി വി ടു ഇസ് ഈക്വൽ ടു എൻ ടു ആർ ടി എന്ന് വരും. ഇനി പി ഇൻറ്റു പി കോൺസ്റ്റന്റ് അല്ലേ, സോ വി ടു മൈനസ് വി വൺ ഇസ് ഈക്വൽ ടു N2 minus N1 into RT എന്ന് വരും. സോ P ഡെൽറ്റ V is equal to ഡെൽറ്റ N, ഇവിടെ G എന്ന് റെപ്രസെന്റ് ചെയ്യണം. ദിസ് ഈസ് ഫോർ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. G ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ NG RT എന്ന് വരും. ഓക്കെ, P ഡെൽറ്റ വിക്ക് ഇപ്പൊ നമുക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടി? ഡെൽറ്റ NG RT എന്ന് കിട്ടി. ഇനി അത് നമ്മുടെ പഴയ ഇക്വേഷനില് എന്തില് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള ഇക്വേഷനില്ലേ, എൻതാൽപ്പിയുടെ ഇക്വേഷൻ, ഇതിൽ എന്ത് ചെയ്യാം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു
പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ക്യൂ പി ഈസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് കിട്ടും. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒരു ഇക്വേഷൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. കാരണം പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കുന്ന ഇക്വേഷൻ ആണ്. ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇത് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ക്യൂ പി തന്നിട്ടുണ്ടാവും, ക്യൂ വി തന്നിട്ടുണ്ടായിരിക്കും, ആർ തന്നിട്ടുണ്ടാവും, ടി തന്നിട്ടുണ്ടാവും, ഡെൽറ്റ എൻ ജി മാത്രം കണ്ടുപിടിക്കാനാ പറയാം. അപ്പോൾ എൻതാൽപ്പിയിൽ നിന്ന് നമ്മൾ എത്തുന്ന എക്സ്പ്രഷൻ ആണ് ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്നുള്ള ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇതാണ് എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻതാൽപ്പി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ റിയാക്ഷൻ ആണ്. അതിനെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയാം. ദ ഹീറ്റ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് കോൾഡ് എൻതാൽപ്പി. എൻതാൽപ്പിയും ഇന്റേണൽ എനർജിയും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.